ക്ഷിപ്രം യമനെയും വെന്നു ഞാൻ നൽകുവൻ. അതുകൊണ്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വിചാരിക്കണ മാതിരിയാണ് ഞാൻ രാമനുമല്ല കൃഷ്ണനുമല്ല പ്രദ്യുമ്നനുമല്ല, ഞാൻ അർജുനൻ. നമ്മുടെയൊക്കെ ഭാവങ്ങളാ. കുറച്ച് മതി നമുക്ക്, അർദ്ധരാത്രിക്കും കൊട പിടിക്കും അല്ലേ? അല്പന പണം കിട്ടിയാൽ അതൊക്കെ പഴഞ്ചൊല്ലും ശരിയാ. അർദ്ധരാത്രിക്കും കൊട പിടിച്ചും കൊണ്ടാണ് നടക്കുകയാണ്. അപ്പോൾ അല്പനായി തീർന്നു ആര്? അർജുനൻ. വലിയവനായ അർജുനൻ ഇവിടെ ശപഥം കൊടുത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങളൊക്കെ പോയി. അപ്പോഴാണ് മനസ്സിലായി, അത് കേട്ടു സമാധാനമായി. പേടിക്കണ്ട, ഇനി വരുന്നൊരു കുട്ടിയെ ജനിച്ചാൽ ഞാൻ നിന്നെ രക്ഷിക്കേണ്ട പറഞ്ഞു. സന്തോഷമായി പാവം ബ്രാഹ്മണന്. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു. അതാ ബ്രാഹ്മണപത്നി 10ാമതും പ്രസവിക്കാൻ പോവുക. ഗർഭിണി ആയപ്പോൾ തന്നെ ആര് വന്നു? എല്ലാവരും കൂടി വന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞ മാതിരി ഈ 10ാമത്തെ കുട്ടിയെ രക്ഷിക്കല്ലോ. ഒരു പ്രയാസമില്ല, എനിക്ക് കഴിയാം, അറിയുണ്ട്. ഗാന്ധീപതായിരിയല്ലേ, അവിടെ എന്തു ചെയ്തു? ആഗ്നേയാദി മന്ത്രങ്ങൾ കൊണ്ടും വലിയ വലിയ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടും ആ സൂതിക ഗൃഹം അങ്ങനെയാണ് ശരകൂടം കൊണ്ട് നിർമ്മിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അകത്തേക്ക് ഒരു ഈച്ചയ്ക്ക് പോലും പോവാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ വെച്ച് അർജുനൻ പിന്നിൽ അങ്ങോട്ട് ഗാന്ധീപം ധരിച്ചുകൊണ്ടാണ് നിൽക്കണം. എന്താ കാരണം? പ്രിയപ്പെട്ട പരമേശ്വരനിൽ നിന്ന് യമനെ കൊന്നിട്ടുള്ള പരമേശ്വരൻ്റെ പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ അർജുനൻ. അപ്പോൾ യമന് ഒരിക്കലും ഈ കുട്ടിയെ കൊല്ലാൻ കഴിയില്ല, കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഒരു അവിവേകം കൊണ്ട് അദ്ദേഹം അങ്ങനെ കാത്തിരിക്കുക. അതാ കേൾക്കുന്നു സൂതികാഗ്രഹത്തിൽ നിന്ന് ആ നെഞ്ഞത്തടിച്ചും കൊണ്ടുള്ള കരച്ചത്. അയ്യോ എൻ്റെ കുട്ടി പോയി എന്ന് മാത്രമല്ല, കുട്ടിയെ കാണാനും കൂടിയില്ല. കുട്ടീനെ കാണാനും കൂടിയില്ല. ഇതുവരെ കുട്ടിയെ കിട്ടിയിരുന്നു. ആ കുട്ടീനെ ഉമ്മ വെച്ചും ചുംബിച്ചും കുറച്ച് ദിവസം അങ്ങനെ അടുപ്പിച്ച് നിൽക്കാം, 2 മിനിറ്റൊക്കെ. അപ്പോൾ കുട്ടിയില്ല. ബ്രാഹ്മണനാകട്ടെ ദേഷ്യം പിടിച്ചു ബ്രാഹ്മണന്. നിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചു ആ കുട്ടി രക്ഷപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് ബ്രാഹ്മണൻ അദ്ദേഹത്തിനെ പരിഹസിക്കുക ചെയ്തത്. എന്താ പരിഹസിച്ചത്? മൂഢാജളപ്രഭോ നിന്ദിതാ പൂരുഷ പ്രൗഢനിസ്സാര നിൻ വാക്കു കേട്ടു ഞാൻ മാനസതുഷ്ട്യ വസിച്ചു പോന്നിടിനേൻ സ്വാമാന്വയത്തിൽ ജനിച്ചു ഞാൻ വീര്യവാൻ കാമാരിയോട് വരങ്ങൾ വാങ്ങിയിടിനേൻ കള്ളവാക്കിത്തരം ചൊൽവതീനേറ്റവും വള്ളും വിരുതും ഉടയതും മാനസ നന്ദനാദേഹവും കാണാതെ പോയിതു പാരാതെ ചെന്നു പതിക്ക നീ വന്യയിൽ. എടാ ദുഷ്ടനായ അർജുന, നിൻ്റെ വാക്ക് കേട്ട് 10ാമത്തെ കുട്ടി രക്ഷപ്പെടുന്നു വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. കുറേ ആഗ്രഹം ആശകളൊക്കെ എനിക്കുണ്ടായി. എൻ്റെ ഭാര്യയ്ക്കും ഇപ്പോൾ 10ാമത്തെ കുട്ടീനെയും കാണുന്നില്ല. അതുകൊണ്ട് നീ പറഞ്ഞ വാക്കുകളൊന്നും സത്യമല്ല. ഇപ്പം തന്നെ നീ തീ ചാടി മരിക്കണം. ആ പ്രതിജ്ഞ നിറവേറ്റാതെ വയ്യ അല്ലേ? ഭീഷ്മ പ്രതിജ്ഞ മാതിരിയാണ്. അർജുനൻ വലിയവനാണ്, സോമവംശത്തിൽ ജനിച്ചവനാണ്. താൻ ചെയ്ത തെറ്റിന് വേറെ ഒന്നുമില്ല, മരിക്കാൻ തയ്യാറായാണ്. എന്നാൽ ഒന്നും കൂടി പോട്ടെ, ഞാൻ എവിടെ പോയി? യമൻ്റെ അടുത്ത് പോയി. ആകാശചാരിത്വം കിട്ടിയിട്ടാണ് പോകുന്നത്. അർജുനൻ വലിയ ആളാണ് അർജുനൻ. അദ്ദേഹം അവിടെയൊക്കെ പോയി നോക്കി, പലവിധ സ്വർഗത്തിൽ പോയി, മറ്റു ദേവാലയങ്ങളിലൊക്കെ പോയി, കുട്ടിയെ കാണാനില്ല. പാവം തല താഴ്ത്തി ദുഃഖത്തോടു കൂടി അതാ തിരിച്ചു വരികയാണ്. ബ്രാഹ്മണൻ ലഹള കൂടിയിരിക്കുന്നു. എവിടെ പോയി ഇപ്പം നിൻ്റെ വമ്പ്? നീ അല്ലേ ഇത്തിരി മുമ്പേ പറഞ്ഞത് ഞാൻ വാങ്ങിത്തരും, ഞാൻ കൊണ്ടുവന്നു തരും, ഇനി നീ ഇവിടെ ഇരിക്കണത് നന്നല്ല, ഇനി തീ ചാടി മരിക്കേ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. കൃഷ്ണനും ബലഭദ്രനും കഴിയാത്തത് നിനക്ക് എങ്ങനെ കഴിയും? അതൊക്കെ കേട്ടപ്പോൾ അർജുൻ്റെ ദുഃഖം അങ്ങോട്ട് ഇരട്ടിച്ചു. മാനിയായി നിൽക്കുന്ന അദ്ദേഹം തല താഴ്ത്തിയും കൊണ്ട് അപ്പോഴാണ് കൂക്കി വിളിച്ചു. ആരേ? അതൊക്കെ ശരിയല്ലേ? ഹേയ് കൃഷ്ണ, ഹേ യാദവ, അടിയാനെ രക്ഷിക്കണേ. അടിയൻ്റെ ആഗ്രഹങ്ങളും സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു പോ. കാരണം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എന്തും നേടാൻ കഴിയുള്ളൂ. സാരമായിട്ടുള്ളത് ദൈവാബലം തന്നെ, പൗരുഷം കൊണ്ട് ബലമില്ല തെല്ലുമേ. നമ്മൾ എത്ര നല്ല സ്ഥിതിയിലിരുന്നാലും ഒരു നിമിഷം മതി താഴത്തേക്ക് ചാടാൻ. ഇനി ഏറ്റവും വലിയ ഉദ്യോഗം ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്, തെറ്റിദ്ധരിക്കേണ്ട, അതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല. അത് നേരെ മറിച്ച് ഭക്തിയോടും ഭഗവാന്റെ അനുഗ്രഹത്തോടും കൂടി ഇരിക്കണ ഒരുവൻ്റെ ഉദ്യോഗമൊക്കെ കേമനായി തീരും അദ്ദേഹം. കാരണം ഭക്തി ഉണ്ടല്ലോ, അവൻ്റെ ഉദ്യോഗത്തിന് തടസ്സം വരില്ല. അവൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നന്മയേ വരുള്ളൂ. അതൊന്നുമില്ലാതെ പൊസിഷൻ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല.
ഒടുക്കം കാലത്ത് ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കുക. അതൊക്കെ അറിയട്ടെ, മനസ്സിലാക്കട്ടെ തൻ്റെ ഗുണം. അപ്പോഴാണ് മനസ്സിലായത്, ഏകംബർത്താരം ത്വാം ആശ്രയാമി. അല്ലയോ ഗുരുവായൂരപ്പ, എല്ലാറ്റിൻ്റെയും ആദികർത്താവായ പരമേശ്വര, പ്രപഞ്ചകർത്താവേ, ഞാൻ ദാ നിൻ്റെ മുമ്പിൽ ശരണം പ്രാപിക്കുന്നു. ഉള്ളുകൊണ്ട് പറഞ്ഞു, കുറവല്ലേ പുറത്തേക്ക്. അത് ഭഗവാൻ അറിഞ്ഞു. പരമാത്മാവാണ്, അന്തര്യാമിയാണ്. നമ്മുടെ ഉള്ളിലത്തെ ഓരോ രഹസ്യങ്ങളും പരസ്യങ്ങളും അങ്ങേയറ്റം മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരാൾ ഈശ്വരൻ മാത്രമാണ്. അദ്ദേഹം മനസ്സിലാക്കി. അവന് പശ്ചാത്താപം വന്നു. എന്നിട്ടോ അവൻ തീയിൽ ചാടാൻ പോവുക. ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട്, ഇനി ഞാൻ ഇരിക്കുന്നത് നന്നല്ല ഭഗവാനെ, അവിടുത്തെ സഖിയായിരിക്കുന്ന എൻ്റെ സ്ഥിതി ദയനീയമായി പോയി എന്ന് പറഞ്ഞ് തീയിലേക്കാണ്ട് ചാടാൻ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ അവൻ്റെ കൈ പിടിച്ച് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാനില്ലയോ നിൻ്റെ കൂടെ ധനഞ്ജയ, ജ്ഞാനികൾക്കാധാരം ഞാനല്ലയോ. മനസ്സിലാക്കിക്കോളൂ, നമുക്ക് എപ്പോഴാണോ ദുഃഖം വന്ന്, ഏത് നിമിഷമാണോ നമ്മൾ തകർന്നു പോകുന്നത്, ചില ഘട്ടങ്ങളിൽ നമ്മൾ കുടുംബത്തിൽ തന്നെ തകർച്ച വരാം അല്ലേ. പല വിധത്തിലും നമുക്ക് ദുഃഖങ്ങളുണ്ടാവും കുടുംബത്തിൽ നിന്ന്, അല്ലാതെ പുറമേ നിന്നല്ല. ആ സമയത്ത് തളർച്ച വരുമ്പോൾ ദാ ഈ ഗുരുവായൂരപ്പനായിട്ട് മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ഹേ കൃഷ്ണ, ഹേ യാദവ, ഈ പുരാണങ്ങളൊക്കെ സത്യമാണ്. ദാ എൻ്റെ കാര്യം സത്യമാണ്. എനിക്ക് അങ്ങില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യ. അപ്പം വരുന്നു ഗുരുവായൂരപ്പൻ അല്ലേ. പിടിച്ചു, അർജുനെ പോലെ നമ്മളെയും പിടിക്കും. പറഞ്ഞു, നീ പേടിക്കണ്ട, നീ എൻ്റെ അഹംഭാവം കൊണ്ടാണ്, നിൻ്റെ അഹംഭാവം കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തകരാറുണ്ടായത്. അഹംഭാവം അരുത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ എന്താ പറഞ്ഞത്? മാ കുരുധന ജന യൗവനധം അരതിനിമേഷാൽ സർവം മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശവിദിത്വാ. അരുതെന്ന് പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമി നമ്മൾ പറയേണ്ട മനുഷ്യന്മാരോട്. ധനം, ജനം, യൗവനം, അതിന്മേലുള്ള സൗന്ദര്യത്തിനുള്ള ആഗ്രഹം, ഇത് ഒന്നും ഒരു മനുഷ്യനെ ശാശ്വതമായ സാധനം കൊടുക്കുന്നില്ല. ഒരു നിമിഷമേ വേണ്ടൂ കാലൻ വന്ന് നമ്മളെ പിടികൂടാൻ. ഇന്ന് പത്രം വായിക്കണ കണ്ടറിഞ്ഞൂടെ? ഒരു നിമിഷം നമ്മൾ അതിൽ കൂടി നടക്കുമ്പോഴാണ് ഒരു കാറ് വരുന്നു, എവിടുന്നോ വരുന്നു. സമയം അടുത്തു, മരണം അടുത്തെത്തിയവന് സമയമൊക്കെ നോക്കിയിട്ടാണോ അല്ലേ മരിക്കേണ്ടത്? അപ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ യൗവന ഗർഭം ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നീ എന്തിനാണ് ബ്രാഹ്മണന് വേണ്ടി തീ ചാടാൻ പോണത്? അതും നിൻ്റെ അഹംഭാവമാണ്. നോക്കൂ ഭഗവാന്റെ ഭക്തവത്സലത്വം ലേ. അഹം ഭക്തപരാധീന നമേ ഭക്ത പ്രണശ്യതി ലേ. ഗുരുവായൂരപ്പൻ പറഞ്ഞു, എൻ്റെ ഭക്തന്മാരാണ് നിങ്ങൾ. ഭക്തി ഉള്ളവൻ എൻ്റെ ഭക്തനാണ്. എൻ്റെ ഭക്തന് ഒരിക്കലും ഞാൻ നാശം കൊടുക്കില്ല. അത് ആലോചിക്കണം. ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട് പോലും അർജുനന് ഇങ്ങനെ ഒരു അഹംഭാവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ്? ഭഗവാന്റെ ഭക്തിയില്ല, വന്ന് ഇരുന്ന് കുറച്ച് 5 മിനിറ്റ് കേൾക്കണു, അത് ഉള്ളിലേക്ക് തട്ടണമില്ല. നമ്മുടെ ഉള്ളിലേക്കല്ലേ, ഉള്ളിലേക്ക് തട്ടണവൻ ഭാഗ്യവാൻ. പ്രത്യേകിച്ച് മണ്ഡലക്കാരാണത്. ഇത്തിരി കിട്ടിയാൽ മതി, പെരുത്ത് പുണ്യാണ് നിങ്ങൾ അതും വെച്ചുകൊണ്ട് പോവുക. അതില്ലെങ്കിലോ എന്ത് ഗുണമുള്ളത്? അപ്പോൾ പറയാണ്, ഭക്തന് താങ്ങും തോഴന് തുണയും ഭഗവാനല്ലാതിങ്ങില്ല. ഭഗവാൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? നമ്മൾ ആലോചിക്കണം. ഭക്തന് താങ്ങായി നിൽക്കണു ഗുരുവായൂരപ്പൻ. അനുഭവം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു അനുഭവം കിട്ടിയത്. അപ്പോൾ ഭക്തന് താങ്ങാകുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്തി ഗുരുവായൂരപ്പന് കൊടുക്കാൻ തുടങ്ങും. പിന്നെ ഒരു അനുഭവം നമുക്ക് വന്നു, ഒരു പുനർജന്മം നമുക്ക് തന്നു ഭഗവാൻ. ആ പുനർജന്മം കിട്ടിയത് ഈ തമ്പുരാൻ്റെ അനുഗ്രഹമാണെന്ന് ബോധം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നാൽ പിന്നെ നമ്മുടെ ജന്മം സഫലമായി. പിന്നെ നമുക്ക് വേണ്ടാത്ത പറയാൻ തോന്നില്ല, വേണ്ടാത്ത ചെയ്യാൻ തോന്നില്ല, മനസ്സിൽ കാപ്പട്യങ്ങൾ ഉണ്ടാവില്ല. എന്നെ രക്ഷിച്ചു ഭഗവാൻ, ഈ ഗുരുവായൂരപ്പൻ. അത് കൂക്കി വിളിച്ചും കൊണ്ട് ഞാൻ പറയണു, കൃഷ്ണ നീ എന്നെ രക്ഷിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയാ ഓപ്പറേഷനൊക്കെ ആയി വരേണ്ടതാണ്. അപ്പോൾ ആ വിചാരം നമ്മൾ മരണഘട്ടം വരെ ഓർമ്മയിൽ നിൽക്കണം. ഭക്തന് താങ്ങായി തോഴന് തുണയായി ഭഗവാൻ ഉണ്ടാകുമ്പോൾ നമ്മളെ ആരും ഇല്ലാത്തവരാണോ അത് ആലോചിക്കുക വേണ്ടത്. അങ്ങനെ ഭഗവാൻ ഇവിടെ പാർത്ഥൻ്റെ അർജുനൻ്റെ അഹംഭാവം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അത്ഭുതം ഭഗവാൻ നാടകമാടിയത് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പാർത്ഥൻ്റെ മനസ്സിൽ ഇപ്പം എന്തായി? സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഈശ്വരനാണ് എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുന്നത് അർജുനന് അല്ലേ. ഇത് എൻ്റെ കൃഷ്ണനല്ല. വിശ്വരൂപ ദർശനം കിട്ടിയപ്പോഴും അർജുനൻ എന്തായി തീർന്നു? ഗീതയിലെ 11-ാം അധ്യായം
വിശ്വരൂപ ദർശനം നിങ്ങളൊക്കെ വായിക്കണവരാണല്ലോ ഗീത. അതിൽ പറയുന്നുണ്ട് തൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുവായൂരപ്പൻ 6 അടി 3 ഇഞ്ചൊക്കെ ഹൈറ്റുള്ള ആ സുന്ദര സ്വരൂപി പെട്ടെന്ന് അത് ആകാശത്തിലേക്ക് വിരാട് സ്വരൂപനായിട്ട് അർജുനൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് അർജുനൻ തൻ്റെ ഭഗവാൻ എവിടെ പോയി നോക്കുമ്പോൾ ആജാനബാഹുവായിട്ട് 1000 കണ്ണുകൾ, 1000 ഉദരങ്ങൾ, 1000 നാവുകൾ, 1000 നേത്രങ്ങൾ ഇതൊക്കെ നിറഞ്ഞ ആ അത്ഭുത രൂപത്തെ കണ്ടപ്പോൾ അർജുനൻ ചോദിക്കുക ചെയ്യണത്, ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തുതേ ദേവവരപ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. ആരാണങ്ങ്? എൻ്റെ കൃഷ്ണനെ കാണാനില്ല അല്ലേ? ഗീത ഉപദേശിച്ചു കൊടുക്കണം. ആ ടൈമിൽ പെട്ടെന്ന് ഭഗവാൻ അങ്ങോട്ട് അന്തർദാനം ചെയ്യല്ല, വിശ്വരൂപനായി കാണിച്ചു കൊടുത്തു. അർജുന, ഇത് ഞാനാണ്, ഞാൻ തന്നെയാണ് വിശ്വരൂപൻ. നീ കാണുന്ന 6 അടി 2 ഇഞ്ച് നീളമുള്ള ആളല്ല, ഞാൻ സത്യസ്വരൂപനായ ഗുരുവായൂരപ്പനാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അർജുനന് മനസ്സിലായി, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഞാൻ അറിയാതെ അങ്ങയോട് തെറ്റ് ചെയ്തു, എൻ്റെ സ്വന്തം സഖാവാണെന്ന നിലയിലാണ് ഞാൻ തെറ്റ് ചെയ്തത്, ക്ഷമിക്കണേന്ന്. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? അങ്ങനെ ഭഗവാൻ കൊണ്ടുപോവുക ചെയ്യണത്. അപ്പോൾ എന്താ ഇവിടെ പറയണത്? ഭഗവാന് ഭക്തരക്ഷണത്തിന് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. എന്താ ഇവിടെ പറയണത് അറിയോ? നാരായണക്ഷരം പുണ്യം ജിഹ്വാഗ്രേ യസ്യ വർത്തതേ നാരായണസ്ത്വമന്വേതി പുത്രം ഗൗരീവത്സല. ഏതൊരാളുടെ നാവിൻ തുമ്പിലാണോ സദാസമയം നാരായണ നാരായണ എന്നുള്ള ദിവ്യമന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കണത്, അവൻ്റെ മുമ്പിൽ പശുക്കുട്ടിയുടെ പിന്നെ ഒരു പശു എങ്ങനെയാണോ പോണത് അതേമാതിരി ഗുരുവായൂരപ്പനൊപ്പം ഉണ്ടാവും. ഭഗവാന് ഭക്തനെയാണ് ഇഷ്ടം, അത്രയും ഇഷ്ടം ആരോടുമില്ല ഭഗവാന്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, പേടിക്കേണ്ട അർജുന, നമുക്ക് നോക്കാം. 10 കുട്ടികളും പോയില്ലേ, ഞാൻ കൊണ്ടുവന്ന് തരാം. അങ്ങനെ ഭഗവാൻ അർജുനെയും കൂട്ടി പോവുകയാണ് രഥത്തിൽ. പല സ്ഥലത്തും തിരഞ്ഞു നോക്കി, അവിടെയൊന്നും കണ്ടില്ല. ഭഗവാൻ ഇങ്ങനെ നോക്കണ്ട്, ഇരുട്ട്. അങ്ങനെ ആവുമ്പോഴാണ് ഇരുട്ട് പിടിച്ച സ്ഥലത്ത് കൂടി പോവുക. നരകത്തിൽ പോയി നോക്കി ഭഗവാൻ, അവിടെ ഇല്ല കുട്ടികളും 10 ആളും. ഒടുക്കം കാലത്ത് അദ്ദേഹം പോണ വഴി വളരെ ഇരുട്ട് പിടിച്ച വഴിയായിരുന്നു. കണ്ടപ്പോൾ പേടിച്ചു, ഈശ്വര എങ്ങനെയാണ് ഭഗവാനെ ഞാൻ ഇത് കൂടി പോവുക? അപ്പോഴാണ് ഭഗവാൻ എന്തു ചെയ്തു? എപ്പോഴും തൻ്റെ കയ്യിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സുദർശന ചക്രം അത് 1000 സൂര്യപ്രഭ കൊണ്ട് പൊതിഞ്ഞ് നിൽക്കുക. അതങ്ങനെ ഉജ്ജ്വലിച്ചും കൊണ്ട് ഭഗവാന്റെ തൃക്കൈയിലേക്കാണ് വന്ന് വീണു. ഇത്തിരി പോകുന്ന ചക്രം ആകാശം മുട്ട നിൽക്കുന്ന ആ രൂപത്തിൽ ഭഗവാന്റെ അടുത്ത് വന്നു നിന്നു. അപ്പോഴാണ് മനസ്സിലായി, സാക്ഷാൽ ഗുരുവായൂരപ്പൻ എൻ്റെ സഖിയല്ല, ഞാൻ എന്തൊക്കെയോ വികൃതി കാണിച്ചു. ഹേ സഖി, ഹേ യാദവ, ഹേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വികൃതി കാണിച്ചു. ഭഗവാനായിട്ട് അടിപിടി കൂടി നോക്കി കണ്ടപ്പോഴാണ് മനസ്സിലായത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈശ്വരനായിട്ട് നമ്മൾ കാണണം, വെറും ഫ്രണ്ടായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഭഗവാനെ. ഭഗവാന് ആ ഈശ്വരന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ലോകത്തിൽ. അപ്പോഴാണ് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്താ സ്തുതിച്ചത്? ഗോവിന്ദ മാധവ കൃഷ്ണ മുരാന്തക ഗോപീ മനോഹര വാസുദേവ നാരായണ നന്ദസൂനോ മഹാവിഷ്ണു നാദാ ജനാർദ്ദന മാം പാഹി മാം പാഹി മാം. അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗുരുവായൂരപ്പ, ഞാൻ വിചാരിച്ചു എൻ്റെ സഖിയാണ്, കളിക്കൂട്ടുകാരനാണ്, വികൃതി കാണിച്ച് നടക്കാം. ഇപ്പം എനിക്ക് പേടി ബഹുമാനായില്ലേ? നമുക്ക് ഭയാപ്പോൾ പേടി, ഭഗവാനോട് പേടിയുണ്ട്, ബഹുമാനമുണ്ട്, ഇഷ്ടമായി. കൃഷ്ണ, എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവിടുന്ന് ആരാണെന്ന്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് കുട്ടികളെ തിരഞ്ഞു നോക്കാം. അങ്ങനെ ഭഗവാൻ രഥത്തിൽ കൂടി പോണ സമയത്ത് എവിടെയാണ്? കാരണജലത്തിൽ സഹസ്രപത്മം 1000 പടമുള്ള അനന്തൻ്റെ മേൽ കുടികൊള്ളുന്നവനായ മഹാവിഷ്ണുവിനെ, താൻ തന്നെയായ മഹാവിഷ്ണുവിനെ അർജുനന് കാണിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വികൃതികൾ അല്ലേ? ഒരു നാടകം ആടിയത്. ഞാൻ വിഷ്ണുവാണെന്ന് കാണിക്കണം, ഞാൻ മനുഷ്യനല്ലാന്ന്. താൻ തന്നെയായ വിഷ്ണുവിനെ അവിടെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. അപ്പോഴാണ് അന്തം വിട്ട് നോക്കൂ അർജുനൻ തൻ്റെ ഭഗവാനെയും അവിടെ ഇരിക്കുന്ന പുഞ്ചിരിച്ചും കൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയും നോക്കിയിരിക്കുക. എങ്ങനെയുള്ളവനാണ്? വൈകുണ്ഠനാഥൻ. അവിടെ ദുഃഖമില്ല, രോഗമില്ല, സങ്കടമില്ല, മാലിന്യങ്ങളില്ലാത്ത വൈകുണ്ഠപദം. അവിടേക്കാണ് നമ്മളൊക്കെ പോകേണ്ടത്. പോകാൻ കഴിയുമോ? എത്രത്തോളം നമ്മൾ പോവും അവിടേക്ക്? ഇങ്ങനെ പോവുകയാണെങ്കിൽ പോകാൻ കഴിയില്ല.
ആത്മാർത്ഥ വിശ്വാസം ഭഗവാനെങ്കിൽ ഉണ്ടെങ്കിൽ അവന് പിന്നെ രണ്ടാമതൊരു ജന്മം ഉണ്ടാവില്ല. ഇപ്പം നമ്മളിൽ എത്ര ആൾക്ക് അങ്ങനെ ആവാം, അത് നമ്മൾ തന്നെ തീരുമാനിക്കുക അല്ലേ. എനിക്ക് കഴിയും, എനിക്കും കഴിയും, അതുകൊണ്ട് സാരമില്ല, ഞാൻ ഇന്നുമൊക്കെ തുടങ്ങാൻ പോവുക, ഞാനും നാരായണ ഭക്തനാവട്ടെ അല്ലേ. അങ്ങനെ ഒരു ചിന്തയോടുകൂടി പോയി നോക്കൂ. നമുക്ക് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അവിടെ പോണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട് ശങ്കരാചാര്യ സ്വാമികൾക്ക് വിഷ്ണുവിനെ അല്ല ഭഗവാൻ ഇഷ്ടം. ശങ്കരാചാര്യ സ്വാമികൾക്ക് പരമശിവനെയാണ് ഇഷ്ടച്ചാലും പരമശിവൻ്റെ അംശഭൂതനാണ് ശങ്കരാചാര്യ സ്വാമികൾ. അദ്ദേഹം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എത്ര കൊല്ലം മുമ്പ് പോയ ആളാണ്. അതും നമ്മളില്ല പറഞ്ഞാലോ അതും തെറ്റാണ്. അപ്പോൾ അദ്ദേഹം കൃഷ്ണപ്രിയൻ തന്നെയാണ്, രചിച്ചത് അങ്ങനെയാണ്. ഈ പരമപദം പ്രാപിക്കണമെങ്കിൽ ഗുരുവായൂരപ്പനെ ഭജിക്കൂ ഭജിക്കൂ ഭജിക്കൂ. അങ്ങനെ ആ മഹാവിഷ്ണുവിനെ കാണുകയാണ് അർജുനൻ. അവിടെ എങ്ങനെയുള്ള കൃഷ്ണനാണ്? ഭഗവാനേ ഇന്ദ്രനീലാമണി പന്നകാശിവീരൻ സഹസ്രപണത്തോടും നന്നായി വിളങ്ങും അനന്തനാം മെത്തമേൽ ഇന്ദ്രനീലാമണി കൂപ്പും നിറത്തോടും നല്ല മണി മകുടാവലയങ്ങളും ഉല്ലസിക്കും വനമാലകൾ കുണ്ടലം കൗസ്തുഭശോഭയും പത്മനേത്രങ്ങളും. താമര കണ്ണനാണ് ഭഗവാൻ. കോമളാമാം ആ കാർമേഘവർണം മൃദുമന്ദഹാസവും കോമളാമാം ആഭരണാദിബഹുവിധം നാനാമുനിജനം ദേവാസുരാദിയും ആനന്ദമോടെ സേവിച്ചു നിൽക്കുന്നതു കണ്ടു പാർത്ഥനും. ആ ഗുരുവായൂരപ്പനെ കാണുക. കാർമുകിൽ വർണ്ണൻ, നീലക്കാർമേഘവർണ്ണനായ ഭഗവാൻ എങ്ങനെയുള്ളതാണ്? ശേഷശയ്യയിലിരിക്കുന്നവനാണ്, അനന്തശയനൻ, അനന്തശായിയായിട്ടിരിക്കുന്നു. ഇതൊക്കെ സത്യമാണ്, നടന്നതാണ് ഇതൊക്കെ എന്ന് നമ്മൾ ഊഹിക്കണം. ഗുരുവരമ്മയൊക്കെ ഇപ്പം നമ്മൾ